ഹായ് ഓൾ വെൽക്കം അവർ ചാനൽ. അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു പുതിയ വെറൈറ്റി ഡിഷാണ് തയ്യാറാക്കുന്നത്. എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി ഡിഷിലേക്ക് പോകാം. ആദ്യം ഒരു അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി, കശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ, ഒരു ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. ഇനി ഇച്ചിരി കറിവേപ്പില ഇവിടെ ചേർക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് നമുക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് മുളക് കൂടെ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി മുളക് ചേർക്കാം. ഇനി അരപ്പ് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച അരപ്പും ചേർത്തൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി മുരിങ്ങ ഇലയാണ്. നന്നായിട്ട് കഴുകി ഞാൻ വെള്ളം തോർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പൂവും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കായ്കളൊക്കെ ഉണ്ട്. എല്ലാം ഒരുമിച്ച് നന്നായിട്ട് കഴുകി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇപ്പം നല്ല പാകത്തിന് ആയിട്ടുണ്ട്. ഇനിയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ചെമ്മീൻ്റെ കുഞ്ഞ് ചെമ്മീൻ, കൊഞ്ചുപ്പൊടി എന്ന് പറയും, കൂനി എന്ന് പറയും, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നതാണ്. ഇനി നമുക്കിതിലൊന്ന് അതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മുരിങ്ങയില അടിയിൽ നിന്ന് ഇങ്ങനെ ഇളക്കി അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ പാകത്തിന് വെന്തിട്ടുണ്ട്. അടച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമ്മളെ ഒന്ന് കുടഞ്ഞ് ചിക്കി എടുത്താൽ മതിയാകും. നല്ലൊരു ടേസ്റ്റി വെറൈറ്റി ഡിഷാണ്. സൈഡ് ഡിഷായോ മെയിൻ ഡിഷായോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ എൻ്റെ ചാനൽ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഇനിയും കാണാം. ബൈ.